കോഴിക്കോട് റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവ് വാഹനമിടിച്ച് മരിച്ച സംഭവത്തിൽ ഇടിച്ചത് ബെൻസ് എന്ന് സ്ഥിരീകരിച്ച് പോലീസ്. വാഹന ഉടമയുടെ ജീവനക്കാരാണ് വാഹനം ഓടിച്ചത്. വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്നും പ്രാഥമിക നിഗമനം. നിലവിൽ 2 വാഹനവും വാഹനം ഓടിച്ചവരും പോലീസ് കസ്റ്റഡിയിലാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഇന്നലെയാണ് റീൽസ് ചിത്രീകരണത്തിനിടെ ഒരു അപകടമുണ്ടായി വടകര സ്വദേശിയായ ഒരാൾ മരിക്കുന്നത്. ഇപ്പോൾ ഈ കേസിലാണ് അടിമുടി ദുരൂഹതയുള്ളത്. വാഹനം ഓടിച്ചതിനെപ്പറ്റി, വാഹനം ഏതെന്നതിനെപ്പറ്റി ഒക്കെ പോലീസ് ചില ഒളിച്ചുകളി നടത്തുന്നു. അങ്ങനെ തന്നെയാണോ വാർത്തകൾ പുറത്തു വരുന്നത്? ദിസ്ന, സൂചിപ്പിച്ചതുപോലെ അതിദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ നടന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇടിച്ച വാഹനത്തെക്കുറിച്ച് സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. FIR-ൽ അടക്കം ഡിഫൻഡർ വാഹനമാണ് ഇടിച്ചത് എന്നൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയത്. എന്നാൽ ഇന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത് മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഇത്തരത്തിൽ ഈ വാഹനം കണ്ടുപിടിക്കുന്നതിൽ ഒരു പൊരുത്തക്കേട് ഉണ്ടായത് എന്നൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ബെൻസ് വാഹനമാണ് ഇടിച്ചത് എന്നൊരു സ്ഥിരീകരണമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നത്. മോട്ടോർ വാഹന വകുപ്പടക്കം പരിശോധന നടത്തിയാലും ബെൻസ് വാഹനമാണ് ഇടിച്ചത് എന്ന് കണ്ടെത്തുകയുണ്ടായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വാഹനമുടമയുടെ ജീവനക്കാരനാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്ന ഒരു പ്രാഥമിക നിഗമനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ 2 വാഹനം ഓടിച്ചവരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. സാബിത്ത് എന്നൊരാളാണ് വാഹനം ഓടിച്ചത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് സാബിത്താണ് വണ്ടി ഓടിച്ചത് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ഹൈദരാബാദിൽ നിന്ന് ഒരാഴ്ച മുൻപാണ് ഈ വാഹനം എത്തിച്ചത്. വാഹനത്തിന് ഇൻഷുറൻസ് രേഖകളില്ല. അപകടത്തിൽപ്പെട്ട ആൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയാണ് വാഹനം മാറ്റി പറഞ്ഞത് എന്നാണ് കസ്റ്റഡിയിലുള്ളവരുടെ മൊഴി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള, അതായത് പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അപകടത്തിന് ശേഷം ഈ വാഹന സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. FIR-ൽ അടക്കം മറ്റൊരു വാഹനമാണ് ഇടിച്ചത് എന്ന് പോലീസ് പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും ഇപ്പോൾ അത് മൊഴികളിലെ വൈരുദ്ധ്യമാണ് അത്തരത്തിൽ ഡിഫൻഡർ വാഹനമാണ് ഇടിച്ചത് എന്നതിലേക്ക് എത്തിയത് എന്നൊരു വിശദീകരണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഈ കസ്റ്റഡിയിലുള്ളവരുടെ 2 പേരുടെയും വിശദമായ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഉണ്ടായത്. വിനോദ്, കോഴിക്കോട് റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവ് വാഹനം ഇടിച്ച് മരിച്ച സംഭവത്തിൽ ഇടിച്ചത് ബെൻസ് എന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. വാഹന ഉടമയുടെ ജീവനക്കാരാണ് വാഹനം ഓടിച്ചതെന്നും വ്യക്തമാകുന്നു. വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്നും പ്രാഥമിക നിഗമനമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.